ജമ്മു കാശ്മീർ വിഷയത്തിൽ ലോക്സഭയിലെ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് ബിജെപിയുടെ സഖ്യകക്ഷിയായ ജെഡിയു കാശ്മീരിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ല് സഭയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോഴായിരുന്നു ജെഡിയു സഭ ബഹിഷ്കരിച്ചത്. ഇന്നലെ രാജ്യസഭയിലും ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ബില്ലുകളെ ജെഡിയു എതിർത്തിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കേണ്ടതില്ല എന്ന് ഇന്നലെ ജെഡിയു വക്താവ് KC ത്യാഗി വ്യക്തമാക്കി. ബീഹാറിൽ ജെഡിയു ബിജെപിയോടൊപ്പം ചേർന്നാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. കാശ്മീർ വിഷയത്തിലെ നിലപാട് സഖ്യ സർക്കാരിനെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടായേക്കും. 16 അംഗങ്ങളാണ് ജെഡിയുവിന് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിൽ 6. അസാധാരണ നടപടികളിലൂടെയാണ് കാശ്മീരിന് പ്രത്യേക പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയത്. രാഷ്ട്രപതി നേരത്തെ തന്നെ ഒപ്പുവെച്ച ഉത്തരവാണ് അമിത്ഷാ ബില്ലായി അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീരിൽ പുതിയ നിയമങ്ങളും വ്യവസ്ഥകളും കൊണ്ടുവരുന്നതിൽ നിന്നും ആർക്കും തങ്ങളെ തടയാൻ കഴിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ താൻ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചും പറയുമെന്നും അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നുമായിരുന്നു അമിത്ഷാ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.